ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറേക്ക് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 7 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടിയാണ് ക്ലബ്ബ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം ഒരു സന്ദേശം പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം, ആരാധകരോട് അദ്ദേഹം ഗുഡ് ബൈ പറയുകയാണ്. എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ആരാധകരെ കാണാനുള്ള ഒരു സമയം അദ്ദേഹം കണ്ടെത്തും. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ക്ലോത്തുകളും അഥവാ എല്ലാ കിറ്റുകളും താൻ ആരാധകർക്ക് അവിടെ വെച്ചുകൊണ്ട് നൽകും എന്ന കാര്യം ഇപ്പോൾ ഈ ഒരു പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഈ മനോഹരമായ ക്ലബ്ബിൽ ചിലവഴിക്കാൻ കഴിഞ്ഞ സമയത്തിന് നന്ദി. നിങ്ങൾ നൽകിയ സപ്പോർട്ട് അവിശ്വസനീയമായിരുന്നു. സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം വേൾഡ് ക്ലാസ് ആയിരുന്നു. ഞാൻ ഇന്ന് രാത്രി കൊച്ചി വിടുകയാണ്. 9:45 ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഉണ്ടാകും. അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് ഗുഡ് ബൈ പറയാൻ എനിക്ക് സാധിക്കും. തീർച്ചയായും എൻ്റെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ക്ലോത്തുകളും അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് നൽകും. എല്ലാത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന മിഖേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. ഡ്യൂറൻഡ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ അധികമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ ഒരു ISLലും ഈ ദയനീയാവസ്ഥ തുടർന്നതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ധൃതി പിടിച്ച് നടപ്പിലാക്കിയത് എന്ന് പല ആരാധകരും ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.